റയൽ മഡ്രിഡിന്റെ ബ്രസീൽ വിങ്ങൽ വിനീഷ്യസ് ജൂനിയറിനെ നോട്ടമിട്ട് സൗദി ക്ലബ്ബുകൾ. പുതിയ സീസണിൽ തന്നെ ലോക ഫുട്ബോളിലെ മിന്നും താരത്തെ സൗദിയിൽ എത്തിക്കാനായി റെക്കോർഡ് ട്രാൻസ്ഫർ തുകയാണ് ക്ലബ്ബുകൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ബാലൺ ദ്യോർ പുരസ്കാരം വിനീഷ്യസ് നേടുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചെങ്കിലും അവസാന നിമിഷമാണ് താരത്തെ മറികടന്ന് റോഡ്രി ജേതാവാകുന്നത്. 2025 തന്നെ സൗദി പ്രോ ലീഗിൽ താരത്തെ എത്തിക്കാനാണ് നീക്കമെന്നാണ് പുറത്തുവരുന്ന വിവരം. വേനൽ ട്രാൻസ്ഫർ വിപണിയിൽ ലോക ഫുട്ബോളിലെ മികച്ച താരങ്ങൾ പ്രോ ലീഗിൽ എത്തുമെന്ന് സിഇഒ ഉമർ മുഗർബൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ലക്ഷ്യമിടുന്ന താരങ്ങളുടെ പട്ടികയിൽ 24-കാരനായ വിനീഷ്യസ് ഒന്നാമതാണ്. അൽ ഹിലാൽ, അൽ അഹ്ലി ക്ലബ്ബുകളാണ് വമ്പൻ വാഗ്ദാനവുമായി താരത്തിനായി നീക്കം നടത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു ബ്രസീൽ സൂപ്പർ താരം നെയ്മർ അൽ ഹിലാലുമായുള്ള കരാർ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയത്. പരസ്പര ധാരണാപ്രകാരമാണ് കരാർ റദ്ദാക്കൽ. 2023 ആഗസ്റ്റിൽ ടീമിലെത്തിയ നെയ്മർ തുടർച്ചയായ പരുക്കുകൾ മൂലം 7 മത്സരങ്ങളിലാണ് അൽ ഹിലാൽ ജേഴ്സിയിൽ ബൂട്ട് കെട്ടിയത്. ഈ സീസണിൽ 2 തവണ മാത്രം. 2000 കോടി നൽകി 2023 അൽ ഹിലാൽ നെയ്മറിനെ ക്ലബ്ബിൽ എത്തിച്ചത്. റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ നെയ്മറിന്റെ ട്രാൻസ്ഫർ റെക്കോർഡ് മറികടക്കുന്ന തുകയാണ് വിനീഷ്യസിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. റയലിന് മുന്നിൽ 300 മില്യൺ യൂറോയുടെ ഓഫറാണ് സൗദി ക്ലബ്ബുകൾ വെച്ചിരിക്കുന്നത്. കൂടാതെ വിനീഷ്യസിന് 5 വർഷത്തെ കരാറിനായി 1 ബില്യൺ യൂറോയും ക്ലബ്ബുകൾ വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം വിനീഷ്യസിനെ വിട്ടുകൊടുക്കാൻ റയലിന് താല്പര്യമില്ല. നിലവിൽ 2027 വരെയാണ് ക്ലബ്ബുമായി കരാറുള്ളത്. വിനീഷ്യസ് റയൽ മാഡ്രിഡിനൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് മാനേജർ കാർലോ ആഞ്ചലോട്ടി സൗദി അറേബ്യയിലേക്ക് പോകുമെന്ന വാർത്തകൾ തള്ളിക്കളഞ്ഞു.